നമസ്കാരം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത കരുതിയതിനേക്കാൾ രൂക്ഷം. പെന്റഗന്റെ പ്രാഥമിക നാശനഷ്ട കണക്കുകളേക്കാൾ വളരെ വലുതാണ് യഥാർത്ഥ കണക്കുകളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനം ഉൾപ്പെടെ 20ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഇറാന്റെ റഡാർ പരിധിക്ക് പുറത്തേക്ക് സൈനിക താവളങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി മുതൽ ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആസ്ഥാനത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. താവളത്തിന്റെ കമാൻഡിംഗ് ആസ്ഥാനം, 12ഓളം കെട്ടിടങ്ങൾ, 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നടിഞ്ഞു. ഗൾഫ് താവളങ്ങളുടെ സുരക്ഷാ ഭീഷണി മുൻപ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്കിലും ട്രംപ് ഭരണകൂടത്തിന് മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണത്തിന് കോടിക്കണക്കിന് ഡോളർ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ബഹ്റൈനിലെ താവളം പുനർനിർമ്മിക്കാൻ ഏകദേശം $400 മില്യൺ, അതായത് ഏകദേശം 3300 കോടി രൂപ ചെലവ് വരുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിനായി ഇതുവരെ ചെലവായ $29 ബില്യൺ സൈനിക താവളങ്ങൾക്കുണ്ടായ ഈ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പെന്റഗൺ റിപ്പോർട്ടാക്കുന്നത്. ഭാവിയിൽ ഇസ്രായേലിനെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കുന്ന കാര്യവും അമേരിക്കയുടെ പരിഗണനയിലുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട കമാൻഡർ സെന്ററുകൾ ഭൂമിക്കടിയിലേക്ക് മാറ്റാനും സൈനിക ക്യാമ്പുകൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ പലയിടത്തായി വിന്യസിക്കുവാനും പദ്ധതിയുണ്ട്. മേഖലയിലെ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ആക്രമണങ്ങൾ തുടർന്നാൽ നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച അമേരിക്കയും ഇറാനും എന്തായാലും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച ചർച്ചകൾ നടക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കായിരിക്കും ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചകളിൽ മുൻഗണന നൽകുക. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകളാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദോഹയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ 5ാം വകുപ്പിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നിലവിലെ സംഘർഷങ്ങൾക്കുള്ള പ്രധാന കാരണം. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഇറാൻ ഉറപ്പു നൽകുമെന്നും പകരം ഇറാന്റെ തുറമുഖങ്ങളിന്മേലുള്ള ഉപരോധം അമേരിക്ക നീക്കം ചെയ്യണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കൻ സൈന്യവും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ നേരിട്ടുള്ള ഒരു ഹോട്ട്ലൈൻ സംവിധാനം വേണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കപ്പലുകൾ ഇറാനുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ കടന്നു പോകാവൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ സംവിധാനം ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. അമേരിക്ക തങ്ങളുടെ വാദങ്ങൾ പാലിക്കുന്നില്ല എന്നും മരവിപ്പിച്ച ഇറാന്റെ ഫണ്ടുകൾ ലഭ്യമാകുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് ഇറാന്റെ ആരോപണം. ഇതോടെ കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറുകയായിരുന്നു.